നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കുകയാണ് കേരളം ഇന്ന്. ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടിക്ക് ആദരമർപ്പിച്ച് പുതുപ്പള്ളിയിലേക്ക് അണമുറിയാത്ത ജനപ്രവാഹമാണ്. രാവിലെ 6:30 പ്രാർത്ഥന ആരംഭിച്ചു. അപ്പോൾ മുതൽ നൂറുകണക്കിന് പേരാണ് പുതുപ്പള്ളിയിലെ പള്ളിയിലേക്ക് എത്തുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ ഉമ്മൻചാണ്ടി അനുസ്മരിച്ച് അതിൽ സാധാരണ പ്രവർത്തകരുണ്ട്, വലിയ നേതാക്കളുണ്ട്. എല്ലാവർക്കും ഒരേപോലെ എത്രമാത്രം ജനനായകനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് അനുസ്മരിക്കുന്ന ഒരു ദിനമായി മാറിയുന്ന പുതുപ്പള്ളിയിലെ പള്ളിയും ആ പരിസരവും. ഉമ്മൻചാണ്ടി സാറ് എനിക്ക് 2014 ഒരു ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അന്ന് എനിക്ക് സൈക്കിളാണ്. ആ സൈക്കിളെ ഒട്ടി ഞാൻ അവിടെ ചെല്ലുകയും ചെന്ന് 2 പോലീസുകാർ എന്നെ തടഞ്ഞു പോകാൻ പറ്റിയതെന്ന് പറഞ്ഞു. ഇത് ഉമ്മൻചാണ്ടി സാറ് കണ്ടു വിളിച്ചു, ആ മക്കളെ ഇങ്ങോട്ട് കയറ്റിവിട് എന്ന് പറഞ്ഞു. അന്ന് ഇതുപോലെ തന്നെ സൈക്കിൾ വെച്ചിട്ട് ഇങ്ങനെയാണല്ലേ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണല്ലേ? ആ, എനിക്ക് കല്ല് വഴി നടക്കാനൊക്കെ ബുദ്ധിമുട്ടാ. ഉമ്മൻചാണ്ടി സാറ് ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കെല്ലാം നല്ല ഉപകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഭയങ്കര കാര്യവും ഞങ്ങളുടെ ഈ കൊറോണ സമയത്ത് ഞങ്ങളുടെയൊക്കെ വീടുകളെല്ലാം സന്ദർശിക്കുകയും ഞങ്ങളുടെ പിള്ളേർക്കെല്ലാം സഹായങ്ങളൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പോണും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് രാവിലെ ഓട്ടോ പിടിച്ചു വന്നതാ. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ നല്ലത് ഒന്നും ഇവിടെ കണ്ടാലും എത്രയും തൊട്ടടുത്ത് പോയി നിന്ന് സംസാരിക്കാൻ പറ്റുന്ന വളരെ നല്ല മനുഷ്യനായിരുന്നു മനുഷ്യൻ. ഞാൻ ഈ വാർത്താനുകാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റാണ് ചങ്ങനാശ്ശേരി SB കോളേജിൽ. ഞങ്ങൾ 63 KSU പുള്ളി തളിക്കൽ ഞാൻ പുറകിൽ നടന്നു. ആ ഒരു മരിക്കുന്നതിന് ഒരു 6 മാസം മുമ്പ് കണ്ടത്, പിന്നെ കണ്ടിട്ടില്ല. അതിനുശേഷം പിന്നെ അങ്ങനെ ബാംഗ്ലൂരിലായിരുന്നു, കാണാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം ഇനി 23ാമത്തെ പ്രാവശ്യം ഇപ്പം ഞാനിവിടെ വരും. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനും സ്നേഹിക്കാൻ മാത്രം ജീവിച്ചൊരു മനുഷ്യൻ. അദ്ദേഹം എന്റെ വൈഫൊരു പാർട്ടി വഴക്കിടന്ന് കൈയൊടിയും ആ സമയത്ത് മുൻസാർ വീട്ടിൽ വരികയും ചെയ്തു. മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. എത്രയേറെ ജനങ്ങളാണ് ഉമ്മൻചാണ്ടിയെ ഇന്ന് വളരെ സ്നേഹത്തോടുകൂടി അനുസ്മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾ ഉമ്മൻചാണ്ടി സമാനതകളില്ലാത്ത നേതാവാണെന്ന് പറയുമ്പോൾ അതുതന്നെയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെയും വാക്കുകൾ. ജനങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ച് അവരുടെ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിച്ച നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് അനുസ്മരണ പരിപാടിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും കേരളം കണ്ട ഏറ്റവും ജനകീയ നേതാവും ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിജിയുടെ 1ാം ഓർമ്മ ദിനം ആണ് ഇന്ന്. ആ പുണ്യ ആത്മാവിന്റെ പാവന സ്മരണക്ക് മുന്നിൽ എന്റെ സാദര പ്രണാമം. അദ്ദേഹത്തിന്റെ സ്വദേശവും നിയോജക മണ്ഡലവും ആയ പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ച ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഒരു വസ്തുതയാണ്. അപ്പം അത് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റാണ് എന്ന് തെളിയിച്ച് എനിക്ക് തോന്നുന്നൊരു സമാധാനത്തിലൂടെയാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് ഇവിടെ വാങ്ങിയത്. പക്ഷേ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വിലാപയാത്രയായിരുന്നു, അല്ലെങ്കിൽ യാത്രയപ്പായിരുന്നു കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തത്. കേരളത്തിൽ നിന്നുള്ളതല്ല, ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിന്റെ സ്നേഹം നേരിട്ടറിഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരും, ഒരു പൊതുസമൂഹം അദ്ദേഹത്തിന് നൽകിയത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും ഒട്ടും ഒളിമങ്ങാതെ, അതിന്റെ പ്രഭാവം മങ്ങാതെ നിലനിൽക്കുന്നതിനുള്ള തെരുവാണ് ഇവിടെ ഇത്രയും ആൾക്കാർ വരുന്നതും അദ്ദേഹത്തിന്റെ പറ്റിയുള്ള നല്ല വാക്കുകൾ പറയുന്നതല്ല. അപ്പോൾ ആ കൂട്ടത്തിലുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാനും. കുടുംബപരമായിട്ടും കുടുംബമായിട്ടുള്ള ഒരു അടുപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു ഓർമ്മ ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ല സ്മരണകൾ മാത്രമാണ് അദ്ദേഹത്തെ പറ്റി എനിക്ക് ഇപ്പോഴുള്ളത്. വ്യക്തിപരമായ എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കഴിയും? പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എങ്ങനെ ആവണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാത്തമായ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി സാറ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് 24/7
അല്ലെങ്കിൽ 24 മണിക്കൂറും എല്ലാ ആഴ്ചയും 7 ദിവസവും അല്ലെങ്കിൽ 7 ദിവസത്തിന് 24 മണിക്കൂറും ഒരു വർഷത്തിന് 365 ദിവസവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന് പറയാം. അദ്ദേഹം ഒരു സ്ഥാപനം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏത് അർദ്ധരാത്രിയിലും അല്ലെങ്കിൽ ഏത് അസമയത്തും അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് ബന്ധപ്പെടാനുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് അന്നും എന്നും എനിക്കൊന്ന് ഇന്നും അദ്ദേഹം ജനങ്ങളോട് ജീവിക്കുന്നതിൻ്റെ ഒരു വസ്തുത തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ ദിവസം നമ്മൾ കാണുന്ന സ്നേഹവും അദ്ദേഹത്തിനെ പറ്റിയ ആൾക്കാർ പറയുന്ന നല്ല വാക്കുകളല്ല. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കുടുംബത്തോടൊപ്പം തന്നെ ഞാനും അനുസ്മരിക്കുന്നു. താങ്ക് യു. പുതുപ്പള്ളിയിലെ പള്ളിയിലെത്തിയതാണ് കുഞ്ചാക്കോ ബോബൻ. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. കുഞ്ചാക്കോ ബോബൻ പ്രതികരിക്കുന്നത് അങ്ങനെ പല മേഖലകളിൽ നിന്നുള്ളവർ, അത് രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ളവർ മാത്രമല്ല, സാധാരണ ജനങ്ങൾ മുതൽ ഇപ്പോൾ കുഞ്ചാക്കോ ബോബനെ പോലെയുള്ള ചലച്ചിത്ര പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, അതിൽ കക്ഷി വ്യത്യാസമില്ലാതെ തന്നെ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ പങ്കെടുത്തു. വിവിധ മത സാമുദായിക നേതാക്കളും ചടങ്ങിനെത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അങ്ങനെ എല്ലാവർക്കും സ്വീകാരനായിട്ടുള്ള ഒരു നേതാവിൻ്റെ 1ാം ഓർമ്മ ദിനമാണ് ഇന്ന്. ഉമ്മൻചാണ്ടി മരിച്ചിട്ട് 1 വർഷം. ഈ ചടങ്ങിൽ ഇതിനിടെ സർക്കാരിനെ പരോക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം, അത് ചാണ്ടി ഉമ്മനാണ് അത് ഉന്നയിച്ചത്. ഉമ്മൻചാണ്ടിയെ അവഗണിക്കുന്നതിൽ സർക്കാരിനോട് നന്ദിയുണ്ട് എന്നുള്ളതായിരുന്നു ചാണ്ടി ഉമ്മന്റെ പരാമർശം. സർക്കാർ അവഗണിക്കുന്നത് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തത്. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ തനിക്ക് വ്യക്തിപരമായ ആഗ്രഹമില്ല എന്നും ചാണ്ടി ഉമ്മൻ ന്യൂസ് 18 പറഞ്ഞു. ഇതിന്റെ സ്മാരകം കേരളത്തിന്റെ ജനത്തിന്റെ മനസ്സിലാണ്. പ്രത്യേക സ്മാരകം ഒന്നും വേണമെന്നില്ല. കാരണം ഇവിടെ നിൽക്കുന്ന ഓരോ ആളും അദ്ദേഹത്തിന്റെ സ്മരണ ഉൾക്കൊണ്ടുകൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാര് വീടുകളിലിരുന്ന് ഈ സ്മരണ ആചരിക്കുന്നുണ്ട്. ആ സ്മരണ ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. പ്രത്യേകമായ സ്നേഹവും കരുതലും അവരോടെല്ലാം അറിയിക്കുന്നു. ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തിയെ എത്ര അവഹേളിച്ചാലും അദ്ദേഹം ശക്തനാവത്തേ ഉള്ളൂ. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തിയെ അദ്ദേഹം എത്ര അവഗണിക്കപ്പെട്ടാലും ശക്തനാവത്തേ ഉള്ളൂ. മരണത്തിലും ജയം നേടിയ ആളാണ് അദ്ദേഹം. ഓർത്തു നോക്കൂ, മരണത്തിലും ജയിച്ച വ്യക്തിയായതുകൊണ്ടാണ് ഈ വർഷം മുഴുവൻ ആളുകൾ ഇവിടെ വന്നതും ഞങ്ങൾക്കുള്ള സ്നേഹം തന്നതും. അതുകൊണ്ട് എത്രത്തോളം അവഗണിക്കുവോ അത്രത്തോളം അദ്ദേഹം കരുത്ത് നേടത്തുള്ളൂ. കെ മുരളീധരൻ പറഞ്ഞു UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം കുടുംബത്തിനുണ്ടോ? എനിക്കില്ല. അങ്ങനെ പേരില്ലേലും ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ ഓർക്കും. കാരണം പേരിൽ എഴുതി വെക്കുന്ന പേരിലല്ല കാര്യം, മനസ്സിൽ പേരെഴുതുന്നതിലാണ് കാര്യം. ഉമ്മൻചാണ്ടി സമം വിഴിഞ്ഞമെന്ന് കേരളത്തിലെ ജനം മനസ്സിൽ എഴുതി കഴിഞ്ഞു. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരെ ആഗ്രഹം. എന്റെ ആഗ്രഹം ജനത്തിന്റെ മനസ്സിലുള്ളത് അതാണ്. അത് മതി. ഞാൻ നേരത്തെ പറഞ്ഞു, ആര് പേര് പറഞ്ഞാലും പേര് പറഞ്ഞില്ലേലും ഇവിടെ നിലയ്ക്കാത്ത ജനപ്രവാഹമാണ് ഈ വർഷം മുഴുവനുള്ളത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. കാരണം ജനം സ്വന്തം കുടുംബത്തിലെ ഒരു അംഗമാണ് അദ്ദേഹം. പിതാവാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ സഹോദരനാണ്, വഴികാട്ടിയാണ്, സുഹൃത്താണ്. അങ്ങനെ കരുതുന്നവരാണ് ഈ വന്നിരിക്കുന്ന മൊത്തം. ആരും വിളിച്ചിട്ട് വന്നവരല്ല. പരിഭവം ഉണ്ടോ? സർക്കാർ വേണ്ട രീതിയിൽ അദ്ദേഹത്തെ സ്മരിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിച്ചില്ലെന്നൊരു പരിഭവം ഒരു പരിഭവം ഉണ്ടോ? എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ സർക്കാരിനോട്. ഈ പേര് പറയാത്തതിലൂടെ വലിയ ഒരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനിയും പേര് പറയരുത്. ചാണ്ടി ഉമ്മനാണ് ആ കാര്യം ഉന്നയിച്ചത്. വിഴിഞ്ഞം അതൊരു പക്ഷേ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. ടോം കുര്യാക്കോസും ശരണ്യ സ്നേഹജനും നമ്മോടൊപ്പം ചേരുന്നുണ്ട് അവിടെ പുതുപ്പള്ളിയിൽ തന്നെ. ടോം, ഈ ചാണ്ടി ഉമ്മൻ അത് ഈ അനുസ്മരണത്തിന് തൊട്ടു മുമ്പാണ് ടോമിനോട് ആ പരാമർശം നടത്തുന്നത്. വിഴിഞ്ഞം അത് ട്രയൽ റൺ നടത്തി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് അനശ്വരനായിട്ടുള്ള നേതാവിൻ്റെ 1ാം ചരമ വാർഷികം അത് ഇന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിഴിഞ്ഞത്തിൽ പേര് പോർട്ടിന് നൽകണം, ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം എന്നുള്ള വലിയ ആവശ്യം കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുമ്പോൾ പോലും അതിനോട് മുഖം തിരിക്കുന്ന നടപടിയെ അതൊരു ചർച്ചാ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാനാണോ അവിടെ ശ്രമം നടന്നത് ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്ന്? എന്തോ നമ്മൾ അങ്ങനെ തന്നെ കാണണം. കാരണം ഉമ്മൻചാണ്ടി എന്ന ഒരു മഹാനായ നേതാവിനെ ഇന്ന് കേരളം എമ്പാടും ഓർക്കുമ്പോൾ
ഒരു വശത്ത് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ അവഗണിച്ചു, അദ്ദേഹത്തിന്റെ പേരിനെ പോലും തമസ്കരിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം വിഴിഞ്ഞം വിഷയം, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിലടക്കം നമ്മൾ കണ്ടതാണ്. ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന വിമർശനം വലിയ രീതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല മറ്റു പല മേഖലകളിൽ നിന്നും ഉയർന്നു വന്നതാണ്. ഒരുപക്ഷെ അത് കുടുംബത്തിന് അത്തരം ഒരു പരിഭവമുണ്ട്, കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ആ പരിഭവമുണ്ട്. രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ന്യൂസ് 8 ചാണ്ടിയുമ്മൻ MLA അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടിയുടെ പുത്രൻ പ്രതികരിച്ചപ്പോഴും ഇതേ പരിഭവം പങ്കുവച്ചു. സംസ്ഥാന സർക്കാരിനെതിരെ പരോക്ഷമായ വിമർശനം ഉന്നയിച്ചു. അതിനുശേഷം ന്യൂസ് 8 പ്രതികരിച്ചപ്പോൾ ബെന്നി ബെഹ്നാനും ഷാഫി പറമ്പിലും ശശി തരൂർ ഉൾപ്പെടെയുള്ള MP-മാരും സമാനമായ രീതിയിലുള്ള വൈകാരികമായ പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു സ്മാരകം നിർമ്മിക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നൊരു പരിഭവമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞ കാര്യം പോലും അതാണ്. കാരണം വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് വേണം താങ്കൾ ആഗ്രഹിക്കുന്നില്ല. കാരണം വിഴിഞ്ഞമെന്ന് പറയുമ്പോൾ വിഴിഞ്ഞ സമം ഉമ്മൻചാണ്ടി എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ചാണ്ടിയുമ്മൻ പറയുമ്പോൾ അതൊരു പരോക്ഷ വിമർശനമായിട്ട് തന്നെ നമ്മളതിനെ കാണണം. ഒരുപക്ഷെ പിന്നീട് നമ്മൾ കണ്ട ഓരോ കോൺഗ്രസ് നേതാക്കന്മാർ സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് ഇന്ന് പങ്കുവച്ചത്. നമുക്കിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഇവിടെയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പ്രിയ പത്നിയുണ്ട്, അദ്ദേഹത്തിന്റെ മക്കൾ. ഇന്ന് അനുസ്മരണ ചടങ്ങിൽ നിരവധി ആളുകളാണ് അവരോടുള്ള സ്നേഹം, ഈ കുടുംബത്തോടുള്ള ഉമ്മൻചാണ്ടിയുള്ള സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടി എത്തിയത്. ഉമ്മൻചാണ്ടി സാറിനെ ഇന്ന് ഒരു വർഷം വലിയൊരു വിടവാണ്. കേരള രാഷ്ട്രീയത്തിന് മാത്രമല്ല കുടുംബത്തിന്, അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർക്ക് വലിയൊരു നഷ്ടമുണ്ട്. എങ്ങനെയാണ് കഴിഞ്ഞൊരു വർഷം ഉമ്മൻചാണ്ടി സാർ ഇല്ലാത്തൊരു വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾ ഓർക്കുന്നത്? ഒന്നാമത് ഉമ്മൻചാണ്ടി എൻ്റെ ഭർത്താവായിരുന്നു. ആ ഒരു വിടവൊന്നും ഒരിക്കലും എൻ്റെ മരണം വരെ അതങ്ങ് നികത്താനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഡൈവേഷൻ അത് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അത് ഏത് ഭർത്താവും മരിച്ച ഭാര്യയെക്കാട്ടിലും ദൈവം എനിക്ക് തന്നത് 1-2 ഘടകങ്ങളിൽ കൂടെയാണ്. അത് ഒന്ന് ഇങ്ങനെ നിങ്ങളുടെയൊക്കെ സ്നേഹം, ഒരു കൂട്ടായ്മ. പിന്നെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ചില ബൈബിൾ വേഴ്സസ് ഉണ്ട്, അദ്ദേഹം എൻ്റെ കൂട്ടത്തിൽ ഉണ്ട്. അതിന് പ്രൂഫായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത് പഠിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു ബൈബിൾ വേഴ്സ് ഇതാണ്: നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ശരീരം ഇല്ലാതെ ആത്മാവിൽ ആ ലോകത്ത് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നു. ഞാൻ ശരീരത്തോടെ, പാപം ചെയ്യുന്ന ശരീരത്തോടെ ഈ ലോകത്തിൽ അദ്ദേഹത്തെ കാണാനോ സ്പർശിക്കാനോ കേൾക്കുവാനൊന്നും വയ്യാതെ ഈ ലോകത്തിൽ ശരീരത്തിൽ കൂടെ ഞാനും ജീവിക്കുന്നു. അപ്പോൾ 2 പേരും ജീവിക്കുന്ന ഒരാളുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി എൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അവർക്ക് ടൈം ആൻഡ് സ്പേസ് ഇല്ലല്ലോ, ആത്മാക്കൾക്ക് ടൈം ആൻഡ് സ്പേസും ഇല്ല. ബട്ട് ഹീസ് ഓൾവേസ് വിത്ത് മീ. ആ ഒരു ഊർജ്ജമാണ് എനിക്ക്. പിന്നെ ഈ ജനങ്ങൾ തന്നെ സ്നേഹവും, നിങ്ങളൊക്കെ മാധ്യമക്കാരും നല്ല സപ്പോർട്ട് തരുന്നത്, അത് പറയാം. ജനങ്ങളുടെ സ്നേഹം അത് ഉമ്മൻചാണ്ടിയുടെ ഈ ഓരോ ആളുകളുടെ മനസ്സിലും ഉമ്മൻചാണ്ടി ഉണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് നമ്മുടെ സർക്കാർ ഒരു സ്മാരകം നിർമ്മിച്ചില്ല, അല്ലെങ്കിൽ ഈ വിഴിഞ്ഞ വിഷയത്തിലടക്കം ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിച്ചില്ല. അത് ബോധപൂർവം അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കിയതാണെന്നൊരു തോന്നൽ ഒരു കുടുംബത്തിന് അത്ര ഒരു പരിഭവമുണ്ട്. രാവിലെ ചാണ്ടിയുമ്മൻ അത്ര ഒരു പരിഭവം പങ്കുവച്ചിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നത്തെ ദിവസം ഞാൻ ചാലക്കുടിയായിരുന്നു ഒരു ഇതുപോലെ ഒരു മീറ്റിങ്ങിന്. എനിക്ക് അങ്ങനെയുള്ള പരിഭവമൊന്നുമില്ല. അതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ വീക്ഷണമല്ലേ. എനിക്ക് ഉമ്മൻചാണ്ടി എൻ്റെ ദുഃഖപുത്രിയാന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. പല ഘടകങ്ങളും ഒരുപാട് കണ്ണീര് പൊഴിച്ചു. ഉമ്മൻചാണ്ടി 10-25 മാറി വരുന്ന, എനിക്ക് 90s തൊട്ടേ ഈ പരിപാടി ആഗ്രഹിച്ചതേ എല്ലാ ഗവൺമെൻറ് ഒരുപാട് എഫർട്ട് ഇട്ടു. പക്ഷെ അതൊന്നും നടത്തിയില്ല, നടക്കാൻ പറ്റിയില്ല. എന്തൊക്കെ ഫാക്ടേഴ്സ് ഞാൻ പഠിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ പറയാം, അല്ല എനിക്കിപ്പോൾ പറയാനൊക്കെ ഒത്തിരി. പിന്നെ അത് ഇച്ഛാശക്തിയോടെ ഒരുപാട് പ്രഷേഴ്സിൻ്റെ, അതാ എനിക്ക് അതെനിക്ക് ദുഃഖം വന്നു. അല്ലെ പേര് വെക്കാത്തപ്പോൾ ഒരാൾ പേര് പറഞ്ഞില്ലേ, 10,000 പേര് പറഞ്ഞില്ലേ, അതിൻ്റെ ഇഫക്റ്റ് പോയില്ലേ? ആരില്ല. പക്ഷെ ഞാൻ വിഴിഞ്ഞാണ് ദുഃഖപുത്രിയാന്ന് പറഞ്ഞതിൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ഉമ്മൻചാണ്ടി അനുഭവിച്ച പ്രഷറിനെ കുറിച്ച് ഭാര്യയായി എനിക്കറിയാവുന്ന എൻ്റെ മക്കൾക്ക് അറിയത്തില്ല. അത് എനിക്ക് ഞാൻ എന്തുമാത്രം സമയം അതിനുവേണ്ടി അതിൻ്റെ കൂടെ ആരോപണം കൂടെ 6,000 കോടി
മോഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞില്ല ഉമ്മൻചാണ്ടി. ഇപ്പോൾ കണ്ടത് 6000 കോടി വീട് പോലും വെക്കാത്തൊരു ഉമ്മൻചാണ്ടിക്കെതിരായിട്ടാണ് 6000 കോടി പറഞ്ഞത്. പിന്നെ എന്തെല്ലാം ബാത്റൂമിന്റെ ഫ്രണ്ട് വരെ ആൾക്കാർ നിൽക്കുന്ന ആ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഉമ്മൻചാണ്ടി ഒത്തിരി വേദനിച്ചിരുന്നു, വിഷമിച്ചിരുന്നു, അത്ര ആരോപണങ്ങൾ. സരിത ഉമ്മൻചാണ്ടി വിഷമിച്ച് കാണും, എന്നോട് പറയത്തില്ലായിരുന്നു. എൻ്റെ വെച്ച് അതൊന്നും ആൾക്കാർ വിശ്വസിക്കത്തില്ല എന്ന് പറയും. അത് എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ഭയങ്കര വേദനയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു നല്ലൊരു പുരുഷനെ സംബന്ധിച്ചോളം ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ഒരു സ്ത്രീയെ ചേർത്ത് പറയുന്നു. അത് ഉമ്മൻചാണ്ടിയെ ചേർത്ത് പറഞ്ഞപ്പോൾ അതെല്ലാം പിന്നെ മാറി. എല്ലാം ഉമ്മൻചാണ്ടി അറിഞ്ഞു തന്നെയാണ് ഈ ലോകത്തു നിന്നും മാറിയത്. പക്ഷെ അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊന്നും ആൾക്കാർ വിശ്വസിക്കത്തില്ല, ആൾക്കാരൊന്നും വിശ്വസിക്കത്തില്ലേ ഇല്ല നീ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാനാണോ ഉള്ളിൽ തീർച്ചയായിട്ടും വേദന കാണും. പക്ഷെ ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടി വേദന ഒരിക്കലും പുറത്ത് കാണിച്ചിട്ടില്ല, ഇറിറ്റേഷൻ കാണിച്ചിട്ടില്ല. സരിത ഉൾപ്പെടെ ഒരു വ്യക്തിയെ പോലും ഉമ്മൻചാണ്ടി ഒരു വാക്ക് എതിർത്ത് അല്ലെ ദുഃഖത്തിലോ കോപത്തിലോ പറഞ്ഞിട്ടില്ല. അതുപോലെ ഉമ്മൻചാണ്ടി കൈപിടിച്ചു കൊണ്ടുവന്നത് ഇന്നത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരും KSU മുതൽ യൂത്ത് കോൺഗ്രസ് ഒരുപാട് പേര് ഉമ്മൻചാണ്ടി കൈപിടിക്കാത്ത എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അവരൊക്കെ നന്ദികേട് കാട്ടി, അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന് ഓർത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിലൊരു അംഗീകാരം കൊടുത്തില്ല എന്നൊക്കെ ഒരു പരിഭവം അങ്ങ് ചിലയിടത്ത് പറയുന്നത് കേട്ടു. ഇല്ല, അത് അതിൻ്റെ ഒരു സ്വകാര്യ ദുഃഖമായിട്ടിരുന്നോട്ടെ, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് മാതൃക കാണിച്ചത്. ആരൊക്കെ ചോദിച്ച വികാരങ്ങൾ അങ്ങനെ എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ആ ക്ഷമിക്കുന്ന എൻ്റെ ആരോഗ്യത്തിന് നല്ല എൻ്റെ മനസ്സിനും ശരീരത്തിനും ശക്തി എന്നാൽ ക്ഷമയാണ്. അത് ഉമ്മൻചാണ്ടി തന്നെ പഠിപ്പിച്ചതാണ്. അതൊരു കാഴ്ചപ്പാട് വ്യത്യാസമാണ്. അവിടെ കാഴ്ചപ്പാടിൽ അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ കാഴ്ചപ്പാടിന് ആവശ്യമുണ്ടെങ്കിൽ അതോടെ തൂക്കിയാൽ ഞാനില്ല. ദൈവം എന്നാ പറയുന്നത്, നീ ക്ഷമിക്കുക. ഉമ്മൻചാണ്ടിക്ക് കിട്ടിയല്ലോ സ്വർഗം എനിക്ക് കിട്ടും. ഉമ്മൻചാണ്ടി ഞാനിവിടെ ജീവിക്കുന്ന പോലെ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തി. പിന്നെ എനിക്കിനി എന്താ മോനെ, എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഞാൻ എന്തോളം ഒരു നല്ല അവസാനം, നിത്യത, അതിൻ്റെ കവിഞ്ഞൊന്നും ഒന്നുമില്ല, നിത്യസ്വർഗം. അപ്പോൾ നല്ല അവസാനം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ജീവിക്കുക. പിന്നെ ഉമ്മൻചാണ്ടി പഠിപ്പിച്ചതുപോലെ ഓരോ നമുക്ക് ആരോഗ്യമുള്ള കാലത്തോളം ചിന്തകൊണ്ട് മനസ്സുകൊണ്ട് പ്രവൃത്തിയുണ്ട് നന്മ ചെയ്യുക. അവർ ഓരോരുത്തരെ അവരെ അണയ്ക്കണം. എങ്ങനെ ഉമ്മൻചാണ്ടി നമ്മൾ ഇഷ്ടക്കേടുള്ളവരെ അണച്ചു പിടിക്കണം എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കും. ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ ഇപ്പൊ സർക്കാർ പ്രതിനിധികളെ ആരും ക്ഷണിക്കാത്താണോ അതോ അവര്? അതെനിക്കറിയത്തില്ല. ചാണ്ടിമോൻ അതെല്ലാം ചെയ്തിരിക്കുന്നത്. അത് MPമാരും MLAമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ കുറെ പേര്, ഇല്ലായിരുന്നോ? സർക്കാരിന്റെ പ്രതിനിധികളായിട്ട് ആരും ഇന്നത്തെ അനുസ്മരണ ചടങ്ങിൽ? അതൊരു എനിക്കറിയത്തില്ല. സർക്കാർ പരിപാടിയായിട്ടാന്നല്ലേ എല്ലാവരും ചേർന്നൊരു പരിപാടി ഒന്നും ഉദ്ദേശിച്ചല്ലാതെ വേറെ പരിപാടി ഒരുപാട് പേരുണ്ട്. സർക്കാരിൻ്റെ CM ഒക്കെ എനിക്ക് തോന്നുന്നു വരുന്നുണ്ട്. അതുകൊണ്ടെല്ലാം പരിപാടിയൊക്കെ ഉണ്ട്. ബിനീഷ് കോടിയെ നമ്മുടെ പാർട്ടിക്കാരനല്ലേ, കോൺഗ്രസ് നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്കാരനല്ലല്ലോ ബിനീഷ് കോടി. ഒരുപാട് LDF പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പാർട്ടിപരമായിട്ടുള്ള വേർതിരിവൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. BJPക്കാരും വന്നിട്ടുണ്ട്, ബാസിസ്റ്റാരും വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഇല്ലായിരുന്നല്ലോ. ഇതൊരു പ്യുവർലി വ്യക്തിപരമായ ഫംഗ്ഷനല്ലേ. ഇനിയും ഫംഗ്ഷനൊക്കെ ഉണ്ട്, അവിടെ മന്ത്രിമാരൊക്കെ വരുന്ന ഫംഗ്ഷൻ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയത്തില്ല കൂടുതലായിട്ട്. അത് ചാണ്ടിമോനാ ഇതെല്ലാം. മുഖ്യമന്ത്രി കൂടെയല്ലേ, ഇപ്പൊ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഒരു വർഷം തികയുവാണല്ലോ, ആരെങ്കിലും? അതൊക്കെ ഒരുപാട് പേര് വിളിച്ചു കാണുമായിരിക്കും. അത് ചാണ്ടിമോനെ വിളിച്ചോണ്ടിരിക്കും. എനിക്ക് ഞാൻ ഒന്നാമത്തെ കാര്യം നല്ല തിരക്കാണ് ദിവസങ്ങളൊക്കെ. എനിക്ക് മൊബൈലില്ല, ലാൻഡ് ഫോൺ വർക്ക് ചെയ്യത്തുമില്ല. അപ്പോൾ എന്നെ വിളിക്കാനുള്ള സൗകര്യം വളരെ കുറവാണ്. ആരെ വിളിച്ചാലും വിളിച്ചില്ല എന്താ, ജനം നെഞ്ചിലേറ്റത്തില്ല, അതുപോലെ നിങ്ങൾ നെഞ്ചിട്ടില്ല, നിങ്ങളിപ്പോൾ ചോദിച്ചത് അതുപോലെ. അത്യാഗ്രഹമൊന്നും പാടില്ല, ദൈവപ്രതിഫലം തരും. എൽദോ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ പ്രിയ പത്നിയുടെ പ്രതികരണം. കാരണം ഉമ്മൻചാണ്ടിയെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി ഉണ്ട്. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ആരൊക്കെ അവഗണിക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ അതിൽ ഉമ്മൻചാണ്ടി നിരവധി ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, പല ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം വേദന അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എത്രത്തോളം വേദന ഉണ്ട് എന്ന് തന്നെയാണ് അവരുടെ കുടുംബത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ്
രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ് MP, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിലെത്തി പ്രാർത്ഥിക്കുന്നത്. നിരവധി ആളുകൾ നമുക്ക് രാവിലെ അനുസ്മരണ ചടങ്ങിൽ, ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിന് ഉദ്ഘാടനം ചെയ്തത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ ഒട്ടേറെ പ്രമുഖർ ഈ ഒരു അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മറ്റ് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനെ ഓർക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് ഖബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. പക്ഷേ നമ്മളൊരിക്കലും കാണാത്ത വിധത്തിലുള്ള കാഴ്ച, കഴിഞ്ഞ വർഷം ഇതേ സമയം ജനലക്ഷങ്ങൾ ഈ ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിലേക്ക് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയെങ്കിൽ ഇന്ന് സമാനമായിട്ടുള്ള കാഴ്ച ഇന്നും കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി ഉണ്ട് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് നമുക്കിവിടെ ഈ പുതുപ്പള്ളി രാവിലെ മുതലുള്ള ഈ കാഴ്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ. രാവിലെ 6 മണി മുതൽ തന്നെ ഇവിടെ നിരവധി ആളുകൾ അന്തിമോപചാരം അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് ഖബറിടത്തിലെത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തിയിരുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ, അല്ലെങ്കിൽ MLA ആയിരുന്നപ്പോൾ, മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു ആവശ്യവുമായി എത്തിയോ, അതേപോലെ തന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ ഇപ്പോൾ ഒരു വർഷം, അദ്ദേഹം വിട പറഞ്ഞിട്ട് ഒരു വർഷം, എങ്ങനെയാണ് താങ്കൾ ഈ ഒരു വർഷത്തേക്ക്? തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷം വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു വർഷമായിരുന്നു. പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനൊരു ഫോർമുല ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അതിൻ്റെ ഒരു അഭാവം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10-18 വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രയാസം എനിക്കെപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം പരസ്പര വിശ്വാസത്തോടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, സ്വാഭാവികമായ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ യോജിച്ച് കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഞങ്ങൾ യോജിച്ചാണ് എല്ലാ കാര്യവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അതിൻ്റെ ഒരു അഭാവം ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് അനുഭവിക്കുന്നുണ്ട്, കേരളത്തിലെ UDF അനുഭവിക്കുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങളുമുണ്ട്. എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആദ്യം ഓടിയെത്തുന്ന ആൾ ഉമ്മൻചാണ്ടിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം ഞങ്ങളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രയാസവും ദുഃഖവും മാറുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും അദ്ദേഹത്തിൻ്റെ വൻപിച്ച വികസന പ്രവർത്തനങ്ങളും പ്രവർത്തന രീതിയും പാർട്ടിക്കും UDF-നും ഇപ്പോഴും അത് കരുത്തു പകരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പല കോൺഗ്രസ് നേതാക്കന്മാർ രാവിലെ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ഒരു പരിഭവം പങ്കുവച്ചു. വിഴിഞ്ഞം പോർട്ടിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചില്ല, അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള സ്മാരകം സംസ്ഥാന സർക്കാർ നിർമ്മിച്ചില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു നടപടി പോലും ഉണ്ടായില്ലെന്ന്. ഉമ്മൻചാണ്ടിക്കാരന് സ്മാരകം നിർമ്മിക്കേണ്ട കാര്യമില്ല. ജനങ്ങളുടെ മനസ്സുകളിൽ അദ്ദേഹത്തിന്റെ സ്മാരകം ഉണ്ട്. ജനങ്ങൾ ഇത്രയും വലിയൊരു യാത്രയെ ഒരു രാഷ്ട്രീയ നേതാവിനും ജനനേതാവിനും കേരളം ഇന്നുവരെ നൽകിയിട്ടില്ല. അപ്പം വിഴിഞ്ഞം പദ്ധതിയാണെങ്കിലും കൊച്ചി മെട്രോ ആണെങ്കിലും കണ്ണൂർ വിമാനത്താവളമാണെങ്കിലും അതൊക്കെ അദ്ദേഹത്തിന്റെ സ്മാരകങ്ങൾ തന്നെയാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അത് ആരും അയച്ചു കളയാൻ ശ്രമിച്ചാലും അത് നടക്കാത്ത കാര്യം. എങ്കിൽ പോലും സർക്കാർ അതൊരു ഇടപെടൽ നടത്തേണ്ടതില്ല. ഔചിത്യബോധത്തോടെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊന്നും ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. ബോധപൂർവ്വം ഒഴിവാക്കിയതാണോ? അതിപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമല്ലേ. അതൊക്കെ സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യമല്ലേ. അത് ഗവൺമെന്റിന്റെ അന്തസ്സ് വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടുങ്ങിയ മനോഭാവം ഒരിക്കലും സർക്കാർ കാണിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഭരിക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം കൂടുതൽ. അത് ചെയ്യാൻ പാടില്ല. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നത് അവർ ഓർക്കണം. എൽദോ,
മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സമാനമായ ഒരു വികാരമാണ് പങ്കുവച്ചത്. കാരണം ഉമ്മൻചാണ്ടിക്ക് വേണ്ട രീതിയിലുള്ള ഒരു ആദരവ് സർക്കാരിന്റെ ഭാഗത്ത് നൽകിയില്ല. പക്ഷേ എങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉമ്മൻചാണ്ടിയുണ്ട്. അതുതന്നെയാണ് ഉമ്മൻചാണ്ടിക്കുള്ള യഥാർത്ഥ സ്മാരകം. ഓരോ ജനങ്ങളുടെയും മനസ്സിലാണ് യഥാർത്ഥ ഉമ്മൻചാണ്ടിക്കുള്ള സ്മാരകം എന്നാണ് രമേശ് ചെന്നിത്തലയും പങ്കുവച്ചത്. ഒരുപക്ഷെ ഇന്നത്തെ ഈ ദിവസം നേരത്തെ എന്തോ ചോദിച്ചതുപോലെ ഈ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ഒരുപക്ഷെ ഏറെ ചർച്ചയായത് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. രാവിലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ ഉമ്മൻചാണ്ടിയുടെ മകൻ അല്പസമയം മുമ്പ് നമ്മോട് പ്രതികരിച്ച ഉമ്മൻചാണ്ടിയുടെ പ്രിയ പത്നി പോലും സമാനമായ ഒരു വികാരം പങ്കുവയ്ക്കുന്നുണ്ട്. ബോധപൂർവം ചില ഒഴിവാക്കലുകൾ ഉണ്ടായി, ചിലരെ അവഗണിച്ചു, ഉമ്മൻചാണ്ടിയുടെ പേര് അവഗണിച്ചു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നുണ്ട്. ശരണ്യ, ഒരു പരിധിവരെയും ഒരു യാഥാർത്ഥ്യമാണ് ഉമ്മൻചാണ്ടിയുടെ പേര് ബോധപൂർവം ചില വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള ഉദ്ഘാടന വേദികളിൽ നിന്നും ഒഴിവാക്കി. ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാൻ പോലും തയ്യാറായില്ല എന്നത്. അത്തരം ഉമ്മൻചാണ്ടിയുടെ പേരിനെ പോലും അവർ ഭയപ്പെട്ടു, എതിരാളികൾ ഭയപ്പെട്ടു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതിനുള്ള ഏറ്റവും വലിയൊരു മറുപടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പറഞ്ഞത്. അതായത് അവർ അവിടെ ഒരാൾ പേര് പരാമർശിച്ചില്ലെങ്കിൽ 10,000 ആ പേരിപ്പോൾ ഏറ്റുപറയുന്നുണ്ട് എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തന്നെ അതിന് മറുപടിയായി പറഞ്ഞത്. മാത്രമല്ല ആ സമയത്ത്, അതായത് ഈ വിഴിഞ്ഞമടക്കമുള്ള വിഷയങ്ങൾ വരുന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി വളരെയധികം മാനസിക സമ്മർദ്ദത്തിലൂടെ, അതായത് അവർ സർക്കാരിനെ പ്രത്യക്ഷത്തിൽ അവർ കുറ്റപ്പെടുന്നില്ലെങ്കിൽ പോലും ഒരുപാട് ആ ഒരു പദ്ധതി കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് പറയാതെ പറയുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ. ആ കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ള സമ്മർദ്ദങ്ങൾ ചെറുതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ആ സമയത്ത് 6,000 കോടി രൂപയുടെ അഴിമതി ആരോപണങ്ങൾ അടക്കം നേരിടേണ്ടി വന്ന ഒരാളാണ്. പക്ഷേ അതൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ജീവിതഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സരിതയുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ മറുപടി പറയുകയാണ്. അതായത് ആ ഘട്ടത്തിൽ പോലും ഒരിക്കൽ പോലും അവരാരും തളർന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഭാര്യ എന്നുള്ള രീതിയിൽ, അതായത് അല്ലെ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോഴാണ് അതിനകത്ത് ഏറ്റവും അപമാനിതനാകുന്നത്. അത്തരത്തിൽ അങ്ങനെ ഒരു കഥകൾ വന്നപ്പോൾ പോലും താൻ മാനസികമായി വളരെയധികം തകർന്നിരുന്നു എന്നാണ്. കാരണം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ കണ്ട് താൻ മാനസികമായി വളരെയധികം തകർന്നിരുന്നു എന്നുള്ളതാണ് ഭാര്യ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ആ ഘട്ടത്തിലും ഉമ്മൻചാണ്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ജനമെല്ലാം മനസ്സിലാക്കും എന്നുള്ളതാണ്. എന്തായാലും അതുതന്നെയാണ് പറഞ്ഞത്. അവസാന ഘട്ടം വരെയും അതിന്റെ ഒരു അന്തിമ വിധിയിലേക്ക്, ജനത്തെ തിരിച്ചറിയത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയ ശേഷമാണ് ഉമ്മൻചാണ്ടി വിടവാങ്ങിയത് എന്നുള്ളത്. പക്ഷെ ആ കുടുംബത്തിന് ഈ വിഴിഞ്ഞമടക്കമുള്ള വിഷയങ്ങളിൽ അവർക്കൊരു ദുഃഖമുണ്ട് എന്നുള്ള കാര്യം, ആ ദുഃഖം, അതായത് ആ ഘട്ടത്തിൽ തന്റെ ഭർത്താവ് അനുഭവിച്ച ദുഃഖം തങ്ങളുടെ ഒരു സ്വകാര്യ ദുഃഖമായി തങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നു എന്നവർ പറയുമ്പോൾ തീർച്ചയായും അവർക്ക് അവിടെ അങ്ങനെ അല്ലെങ്കിൽ പരാമർശിക്കപ്പെടേണ്ട ആളായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ളതാണ് അവർ പറയാതെ പറയുന്നത്. ആ ഒരു ദുഃഖം അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിരവധി ആളുകളാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ സ്വന്തം പുതുപ്പള്ളിയിലെ പള്ളിയിലെത്തി അദ്ദേഹത്തിന്റെ കബറിടത്തിൽ ഇപ്പോഴും അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ ഒരു വൈകാരികമായ കാഴ്ചകൾ കണ്ടു. ശരണ്യ ഒരു വൈക്കം സ്വദേശിയായിട്ടുള്ള ഭിന്നശേഷിക്കാരനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ ഓരോരുത്തർക്കും, ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയാൻ ഓരോ കഥകളുണ്ട്. മാത്രമല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച് അദ്ദേഹം ഉമ്മൻചാണ്ടി എന്ന പേര് പറഞ്ഞപ്പോൾ കുഞ്ഞുകുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു ആരവമായിരുന്നു. അതെ, അതാണ് നമ്മളിവിടെ കണ്ട ഓരോ ആളുകളിലും, അതായത് ആയിരക്കണക്കിന് ആളുകളാണ് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തി നമ്മുടെ കാണുന്ന ഈ കബറിടത്തിലേക്ക് എത്തി അവർ ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഈ 1 വർഷം തികയുന്ന ദിവസം അവർ വന്ന് കണ്ടിട്ട് പോകുന്നത്. ഇപ്പോഴും ആ ഒരു വിയോഗം അത് ജനങ്ങൾക്ക് മാനസികമായി, അദ്ദേഹം സഹായിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും മാനസികമായി അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടിരുന്നു. സജികുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വൈക്കം സ്വദേശിയാണ്. 3 ദിവസമായിട്ട് ഈ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്നു. അപ്പൊ ഇന്നിപ്പോ ഇതിന്റെ നിയന്ത്രണങ്ങളുടെയൊക്കെ, കാരണം ഗവർണറൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ്, നിയന്ത്രണങ്ങളുടെയൊക്കെ ഭാഗമായി പലയിടങ്ങളും ഒന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്കൂട്ടർ, ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തന്നെ, ഉമ്മൻചാണ്ടി നൽകിയ സ്കൂട്ടറാണ് കേട്ടോ, ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കയറി ഇങ്ങോട്ട് വാഹനം ഓടിച്ച് വരാൻ കഴിയില്ല. പക്ഷേ ആ
പടവുകൾ അദ്ദേഹം ഒരു നിരങ്ങി കയറി മുകളിലേക്ക് വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു. അങ്ങനെ എത്ര ആളുകളാണ് ഇവിടെ എത്തി അവരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും വികാര നിർഭരമായ കാര്യങ്ങൾ. കാരണം ഒരു രാഷ്ട്രീയ നേതാവിന് എത്രത്തോളം മാതൃകയാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളോ അദ്ദേഹത്തിന്റെ ഇടപെടലുകളോ ഒക്കെ അപ്പുറത്തേക്ക് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചുകൊണ്ട് അവർക്കിടയിൽ ഏറ്റവും വലിയ മാർക്കിടേണ്ടവർ ജനങ്ങളാണ് എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടുമായി ജനങ്ങൾക്കിടയിൽ നിന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഈ ഒരു വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും അദ്ദേഹത്തെ ഓർത്ത് അദ്ദേഹത്തിന്റെ ജനങ്ങൾ, പുതുപ്പള്ളിക്കാർ മാത്രമല്ല കേരളത്തിലുടനീളമുള്ള ആളുകൾ ഇവിടെ എത്തി കണ്ണീരോടെ അദ്ദേഹത്തിന്റെ ആ ഒരു വിടവിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇപ്പോഴും ജനങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത അനശ്വര നേതാവായ ഉമ്മൻചാണ്ടി നിൽക്കുന്നു എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് അവിടെ നിന്ന് ശരണ്യ സ്നേഹത്തിനും ഒപ്പം ടോം കുര്യാക്കോസ് നൽകുന്ന ഒരുപാട് പേർ ആ കല്ലറയിലേക്ക് എത്തുന്ന ഒരു ദിനമായിരുന്നു ഇന്ന് ഉമ്മൻചാണ്ടിയുടെ 1ാം വാർഷിക ഓർമ്മ ദിനം. തിരികെ എത്താം സ്പോർട്സ് ലേഖയിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ KSRTC ഡ്രൈവർക്ക് ഇന്ന് മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായി. വാഹനം മാറ്റാൻ ഹോൺ മുഴക്കിയതാണത്രേ. അത് ചോദ്യം ചെയ്തതിനായിരുന്നു കാർ ഡ്രൈവറുടെ മർദ്ദനം. തലയ്ക്കും കൈക്കും പരിക്കേറ്റ ഡ്രൈവർ സുബൈർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എറണാകുളം ഡിപ്പോയിലെ ഡ്രൈവറാണ് സുബൈർ. രാവിലെ 7:30 ഈ സംഭവം നടന്നത്. തൃപ്പൂണിത്തുറ പോലീസ് അത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഒരു വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഡാനി പോൾ ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ KSRTC ഡ്രൈവർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് തൃപ്പൂണിത്തുറയിൽ എന്താണ് ആദ്യം തന്നെ സംഭവിച്ചതെന്ന് വിവരിക്കാം. ഇത് തൃപ്പൂണിത്തുറയിൽ ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം ഉണ്ടാകുന്നത്. രാവിലെ തൃപ്പൂണിത്തുറ എറണാകുളം ഡിപ്പോയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുമായിരുന്ന KSRTC ബസ്സായിരുന്നതിൽ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് വെച്ച് ഈ ബസ് മറ്റൊരു വാഹനത്തിന് പിറകിൽ വന്നു. അത് പിറകിലുണ്ടായി അതിൽ KSRTC ബസ് ഹോൺ അടിച്ചു. ഈ ഹോൺ അടിച്ചത് തൊട്ട് മുന്നിൽ പോവുകയായിരുന്ന ഇന്നോവ വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക്, അതിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് അത് അസൗകര്യമായിരുന്നു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. തുടർന്ന് ഇത് സംബന്ധിച്ച് വാഹനത്തിനകത്ത് നിന്ന് തന്നെ പതുക്കെ മുന്നിൽ പോകുന്ന വാഹനം സ്ലോവാക്കുന്നു. പിറകിലുണ്ടായിരുന്ന KSRTC കയറി പോകാത്ത രീതിയിൽ അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നു. പിന്നീട് നട റോഡിൽ അത് നിർത്തിയിട്ട് ചോദ്യം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയായിരുന്നു എന്നാണ്. അതിൽ രണ്ടുപേർ ക്ഷുഭിതരായി സംസാരിക്കുന്നു. പിന്നീട് ഈ ഇന്നോവ കാറിൻ്റെ വാഹനം ഓടിച്ചിരുന്നയാൾ KSRTC ഡ്രൈവറായിരുന്നു സുബൈർ PA, എറണാകുളം ഡിപ്പോയിലെ ഡ്രൈവറാണ്. സുബൈർ PA മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. സുബൈറിൻ്റെ കൈക്കും കഴുത്തിനും സാരമായി ക്ഷതമേറ്റിട്ടുണ്ട്. സുബൈറെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് അവർ പരാതി നൽകുകയായിരുന്നു. തൃപ്പൂണിത്തുറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ യാത്ര തടസ്സപ്പെടുത്തി അതോടൊപ്പം തന്നെയും ഈ ഡ്രൈവറെ കയ്യേറ്റം ചെയ്തു എന്നതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇതിൻ്റെ RC ഓണർ ആരാണ്, വാഹന ഉടമ, യഥാർത്ഥ ഉടമ ആരാണ് എന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഇത് പിറവം സ്വദേശിയാണെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാളെ തിരക്കി പോലീസ് വീട്ടിലെത്തിയെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇയാൾ മാറിയിട്ടുണ്ട്, അവിടുന്ന് ഒളിവിലാണ് എന്ന സൂചന പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇങ്ങനെ ഡ്യൂട്ടിക്കിടെ അവരെ ഉപദ്രവിക്കുക, ഒപ്പം തന്നെ മറ്റുള്ളവരെ കൂടി യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ പെരുമാറുക എന്നതെല്ലാമാണ് ഇതിൽ കേസിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഈ രീതിയിൽ ഹോൺ അടിച്ചത് വലിയ രീതിയിൽ പ്രകോപനമുണ്ടാക്കുന്നത്, അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സംഭാഷണങ്ങൾ ഈ രീതിയിലേക്ക് മർദ്ദനത്തിലേക്ക് അടക്കം എത്തിച്ചേരുന്നു. അതിൻ്റെ എന്താണ് അതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നത് പോലീസും പരിശോധിക്കുന്നുണ്ട്. യഥാർത്ഥ കാരണം ഇതുതന്നെയായിരുന്നുവോ, മറ്റെന്തെങ്കിലും പ്രകോപനപരമായ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും സുബൈർ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിലുള്ളത്. പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വാഹന ഉടമയ്ക്കെതിരെ ഇപ്പോൾ വാഹനത്തിലുണ്ടായിരുന്ന ആൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നുണ്ട്. ആ വാഹന ഉടമ തന്നെയാണോ ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന് സ്ഥിരീകരിക്കുകയും വേണം. അത്തരം കാര്യങ്ങളിൽ പോലീസിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. എന്തായാലും ഇതിൻ്റെ RC ഓണർ സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഡാനി, ഒന്ന് തുടരുക. ഞാൻ ഡ്രൈവറുടെ സുബൈറിന്റെ പ്രതികരണം എന്താണെന്ന് കേട്ടിട്ട് പ്രേക്ഷകർക്ക് മുന്നിൽ ഏൽപ്പിച്ചിട്ട് മടങ്ങിയെത്താം. സുബൈർ എന്താണ് ആശുപത്രി കിടക്കയിൽ നിന്ന് പറയുന്നത് നമുക്ക് നോക്കാം. കൈക്ക് പരിക്കുണ്ട്. അസഭ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുപാട് ചീത്ത വിളിച്ച്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും
നമുക്ക് പ്രതികരിക്കാനുള്ള സമയം കിട്ടില്ല. അതിനു മുമ്പ് എല്ലാ സംഭവം കഴിയുമ്പോൾ നമുക്ക് വണ്ടിയെടുത്ത് അവൻ പോയി. ഇതാ ഉണ്ടായി. ഇപ്പോൾ തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അസഭ്യം പറഞ്ഞ ശേഷമുള്ള മർദ്ദനമായിരുന്നു എന്നാണ് സുബൈർ അവിടെ സൂചിപ്പിക്കുന്നത്. ഡാനി, ഈ ഒരു ഹോൺ അടിക്കുക, അതിന് ഇത്രമാത്രം പ്രകോപിതനാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു സാഹചര്യമാണ്. ഈ പോലീസ് എന്താണ് പറയുന്നത്? പോലീസിന് ഈ ഇയാളെ പറ്റിയുള്ള സൂചന കിട്ടിയിട്ടുണ്ടോ? ഏറെക്കുറെ ഇയാളെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലോ അന്വേഷിക്കാൻ. ഇപ്പോൾ CCTV ഉൾപ്പെടെയുള്ളവ തേടിയാൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ആ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യമല്ലേ? അപ്പോൾ പോലീസ് എന്താണ് പറയുന്നത്? ഉടനെ പിടികൂടുമെന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? പോലീസ്, അതായത് ഈ പരാതി നല്ല വാഹനം ഓടിച്ചിരുന്ന ആളെക്കുറിച്ച് പോലീസിന് കൃത്യമായ സൂചനകളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ സംബന്ധിച്ച എന്തായാലും പോലീസ് വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. കാരണം KSRTC ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പലപ്പോഴും കാണാതാവുന്ന സാഹചര്യങ്ങളടക്കമുള്ളതാണ്. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ടോ എന്ന് അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റിടങ്ങളിൽ തൊട്ടു അടുത്തുള്ള കടകളിലും മറ്റും ഉണ്ടാകുന്ന CCTV ദൃശ്യങ്ങളും പോലീസ് നോക്കുന്നു. കാരണം ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഇവർ പറയുന്നത് കൃത്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷ്മം പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലുള്ളൊരു അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. ഇതിൽ ആരുടെ ഭാഗത്ത് ഈ ഡ്രൈവർ പറയുന്നത് അക്ഷരം പ്രതി ശരിയാണോ, അതോ ഇപ്പോൾ മറ്റെന്തെങ്കിലും കാരണമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ്. ഡ്രൈവറുടെ ഭാഗത്തും സുബൈറിൻ്റെ ഭാഗത്തും നമുക്ക് കേൾക്കുമ്പോൾ പറയാം, അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അസഭ്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ രീതിയിലേക്ക് പിന്നീട് വലിയ രീതിയിൽ മർദ്ദനത്തിലേക്കടക്കം പോയിരുന്നത്. ഇദ്ദേഹത്തിനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യങ്ങളും കൂടി പരിശോധിക്കുന്നുണ്ട്. വൈകാതെ പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തോ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. എന്താണെങ്കിലും അവിടെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് തന്നെ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ ജോലിയിൽ ഉള്ള ആളാണ്, ജോലി നിർവഹിക്കുന്നതിനിടയിൽ കൃത്യനിർവഹണത്തിനിടെയാണല്ലോ ഇത്തരത്തിലൊരു സംഭവം. ഈ സുബൈർ പറയുന്ന പോലെ ഈ രാവിലെ 7:30 ഇത്തരത്തിലുണ്ടാകാനുള്ള സാഹചര്യത്തിൽ അവിടെ ഒരു വലിയ ബ്ലോക്കിനുള്ള സാധ്യതയോ വലിയ ട്രാഫിക് ജാമോ ഉണ്ടാകുന്നൊരു സ്ഥലമൊന്നുമല്ല തൃപ്പൂണിത്തുറയിൽ, പ്രത്യേകിച്ചും രാവിലെ 7:30 സമയത്ത്. അപ്പോൾ ഈ ഒരു പ്രകോപനവുമില്ലാതെ ഒരു ഹോൺ അടിച്ചെന്നുള്ള കെയർ ഓഫിൽ മാത്രം വന്ന് ഇയാൾ ആക്രമിക്കുകയാണ് എന്നാണോ കരുതേണ്ടത് ഡാനി? മാത്രമല്ല, ഈ KSRTC ഡ്രൈവർമാർ പലപ്പോഴും നേരിടുന്ന പ്രശ്നമുണ്ട്. ഈ KSRTC ബസ്സിൻ്റെ യാത്ര, അതിൻ്റെ സഞ്ചാരപഥത്തിൽ സ്റ്റോപ്പിലുള്ള പെട്ടെന്ന് നിർത്തലൊക്കെ പലപ്പോഴും ഈ പിന്നിൽ വരുന്ന ആളുകളെ പ്രകോപിതരാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ KSRTC ഡ്രൈവർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇത്തരത്തിലുണ്ടാകുന്നതും ഇപ്പോൾ പതിവ് സംഭവമായി മാറുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു ആകത്തുകയായി ഇതൊക്കെ പരിസമാപ്തിയിലേക്ക് എത്തിക്കേണ്ട സമയമായില്ലേ? ഇതിനൊക്കെ ഒരു കൃത്യമായിട്ട് ഇടപെടൽ വരേണ്ട സമയമായില്ലേ? കാര്യക്ഷമമായിട്ടുള്ള ഒരു പോലീസ് അന്വേഷണവും കൃത്യമായിട്ടുള്ളൊരു നടപടിയും ഒക്കെ വരേണ്ട സമയമായില്ലേ ഡാനി ഇതിനോടകം? വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് ഇത് സംബന്ധിച്ച് CCTV ദൃശ്യങ്ങളടക്കം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ശേഖരണം പോലീസ് നടത്തുന്നുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യതയാണോ? കാരണം ഈ ഡ്രൈവർ പറയുന്നുണ്ട് അസഭ്യം പറഞ്ഞു, പിന്നീട് മർദ്ദനത്തിലേക്ക് നീങ്ങുന്നു. അവിടെ ഒരു കാര്യം 7:30 രാവിലെ സംഭവിച്ചതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവർക്കും ആ വഴി പരിചിതമാണ് തൃപ്പൂണിത്തുറ എന്നൊക്കെ പറയുമ്പോൾ. ആ ഭാഗത്ത് 7:30 വലിയ രീതിയിലൊരു ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടാകേണ്ടതില്ല എന്നുള്ളതാണ്. പിന്നീട് കുറേ കൂടി സമയം കഴിയുമ്പോൾ തീർച്ചയായും അവിടെ ഒരു ഹെക്ടിക് ട്രാഫിക് അവിടെ ഉണ്ട് താനും. അപ്പോൾ ഈ ഒരു സമയത്ത് കടന്നു പോകാവുന്നതാണ്. അപ്പോൾ തുടർച്ചയായി ഹോൺ മുഴക്കിയതെല്ലാം തന്നെ ഇയാൾ പ്രകോപിപ്പിച്ചു എന്നതെല്ലാമാണ് ഈ യാത്രക്കാരൻ പറയുന്നതെങ്കിൽ അതിന് എന്താണ് ഒരു യഥാർത്ഥത്തിലുള്ളൊരു കാരണം, അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നതടക്കം അദ്ദേഹത്തെ കൂടി ഇതിൽ ചോദ്യം ചെയ്യേണ്ടതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ വാഹനത്തിൽ മറ്റുള്ളവരുണ്ടായിരുന്നോ, എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നതെല്ലാം ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും അതിലേക്ക് വൈകാതെ പോലീസ് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ പോലീസിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ RC ഓണറെ തപ്പി വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല, ഒളിവിൽ പോയതാകാം എന്നൊരു സൂചന പോലീസിൽ നിന്ന് ഈ അവസാന നിമിഷം ലഭിക്കുന്നുണ്ട്. ഒളിവിലേക്ക് പോയതാകാം എന്ന രീതിയിൽ തന്നെ. അപ്പോൾ അതിൽ പോലീസ് കൃത്യമായ നടപടികളിലേക്ക് നീങ്ങും. അതിനുശേഷമായിരിക്കും കുറെ കൂടി ഇത് സംബന്ധിച്ച് ഒരു കാര്യങ്ങൾ വ്യക്തമാകുക. ശരി ഡാനി, എന്താണെങ്കിലും അയാളെ പിടികൂടുന്ന സാഹചര്യം തന്നെയാണ്. കാരണം ജോലിക്കിടയിലാണ് ഈ KSRTC ഡ്രൈവർക്ക് ഇത്തരത്തിലൊരു മർദ്ദനമേറ്റത്. അത് ഒരു ഹോൺ മുഴക്കി എന്നുള്ള പേരിലൊക്കെ ആണെങ്കിൽ ഉറപ്പായും മർദ്ദിച്ചയാൾ നടപടി നേരിട്ടേ മതിയാകൂ, അതിന് ശിക്ഷ അനുഭവിക്കുകയും വേണം. എന്നാണ് പോലീസ് അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരട്ടെ.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സ്പോട്ട് ലൈവ് എന്ന് പരിശോധിക്കുന്ന മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്ത് 17-കാരിയായിട്ടുള്ള പെൺകുട്ടി പ്രസവിച്ച സംഭവം അത് പോലീസ് അന്വേഷണം തുടരുകയാണ്. അസം സ്വദേശിനിയാണ് പെൺകുട്ടി. പീഡനത്തിന് ഇരയാക്കിയ സുഹൃത്തിനെയും മലയാളി യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പാലക്കാട് സ്വദേശി മുഹമ്മദ് ഷഹനാസ്, അസം സ്വദേശി ജാഹിദുൽ ഇസ്ലാം എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. നിലവിൽ പെൺകുട്ടിയെ അസമിൽ നിന്ന് പ്രണയം നടിച്ച് പെരിന്തൽമണ്ണയിൽ എത്തിക്കുകയായിരുന്നു ഇവർ. അതിന് ശേഷമായിരുന്നു പീഡനം. തുടർന്ന് മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങി ഇവർ പീഡനത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പ്രതികൾക്കായിട്ടാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, അങ്ങേറ്റം ക്രൂരമായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ ചതിക്കുഴിയിൽ വീഴ്ത്തി കൊണ്ടുവന്ന് പീഡനത്തിന് പീഡിപ്പിക്കുക, മറ്റുള്ളവർക്കായി കാഴ്ചവെക്കുക, ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണത്. ഇതിൽ എങ്ങനെയാണ് പോലീസ് പറയുന്ന ഭാഷ്യം എന്താണ്? ഈ പെൺകുട്ടിയുടെ പ്രായം കണക്കാക്കി പ്രസവത്തിനെത്തിയപ്പോഴാണോ ഇത്തരത്തിൽ പീഡന വിവരം പുറത്തു വരുന്നത്? എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. കാരണം ഇതൊരു കുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചത് മാത്രമല്ല, വിശ്വസിച്ചു വന്ന ആ പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന, പണം വാങ്ങിച്ച് ആ കുട്ടിയെ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് പെരിന്തൽമണ്ണയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും പോലീസ് പറയുന്നത് 2 പ്രതികൾ മാത്രമാണ് പിടിയിലായിട്ടില്ലെങ്കിൽ ഒരുപാട് പേർ ഇതിന്റെ ഈ ഒരു പ്രതിപട്ടികയിൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. നമുക്ക് ചില കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. ഇത്തരത്തിൽ പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ ഒരു കേസ് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ സംസ്ഥാനത്തൊട്ടാകെ സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന യുവാക്കൾ അവരുടെ കൂടെ അവിടെ നിന്നൊരു യുവതിയെ അല്ലെങ്കിൽ പെൺകുട്ടിയെ പ്രണയം നടിച്ച് കൊണ്ടുവരുന്നു. തുടർന്ന് ഇവിടെ വന്ന് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആളുകൾക്ക് വേണ്ടി ഇവരെ ഒറ്റിക്കൊടുക്കുന്ന, ചതിക്കുന്ന, പൈസ വാങ്ങി ഇവരെ നൽകുന്ന ഒരു പ്രവണത, ഒരു പെൺവാണിഭം എന്ന് തന്നെ പറയാം. അത്തരത്തിൽ ഒരു കാര്യം ഈ ഒരു മേഖലയിൽ സംഭവിക്കുന്നുണ്ട് എന്നൊരു നിരീക്ഷണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കണ്ടെത്തലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരുപക്ഷെ പെൺകുട്ടിയെ ചതിച്ചുകൊണ്ടാവാം, ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ അവരുടെ സമ്മതത്തോടെയുമാകാം. എന്തുതന്നെയാണെങ്കിലും അത്തരത്തിൽ വലിയ ഒരു ഗുരുതരമായ പ്രവണത, ഗുരുതരമായൊരു പ്രശ്നം ഈ ഒരു മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. ഇതിൽ ഇരകളാക്കപ്പെടുന്നത് ഈ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളാണ്. അവരെ സംബന്ധിച്ച് ഈ നാട്ടിലെ ഭാഷ അറിയില്ല, ഈ കാര്യങ്ങൾ എവിടെ പറയണമെന്നറിയില്ല, ചതിക്കപ്പെട്ടാലും ആരോട് പരാതി പറയണമെന്നറിയില്ല, നിയമ സംവിധാനങ്ങളൊക്കെ എവിടെയാണെന്നറിയില്ല. അത്തരത്തിൽ ചൂഷണത്തിനിരയായി ഇത്തരത്തിൽ ചതിവലയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ കുട്ടി തന്നെ ആശുപത്രിയിൽ, പ്രായപൂർത്തിയായിട്ടില്ല ഈ കുട്ടിക്ക് എന്ന ആശുപത്രി അധികൃതർക്ക് മനസ്സിലായപ്പോഴാണ് ഇതിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോലീസിനെ അറിയിക്കുകയും തുടർന്ന് അന്വേഷണമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരാത്ത ഒരുപാട് സംഭവങ്ങൾ, കേസുകൾ ഈ ഒരു മേഖലയിൽ ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതുവാൻ. പോലീസിന്റെ അന്വേഷണവും ആ തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2 മാസം മുൻപ് പെരിന്തൽമണ്ണയിൽ ഒരു അതിഥി തൊഴിലാളിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ആ അതിഥി തൊഴിലാളിയുടെ മരണം അന്വേഷിച്ച പോലീസ് ചെന്നെത്തിയത് ഇപ്പോഴുണ്ടായ പോലെ സമാനമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്കാണ്. അവിടെ നിന്നും മറ്റു അന്യസംസ്ഥാനത്തു നിന്നും ഭാര്യയാണെന്ന്, കാമുകിയാണെന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ടുവരിക, അവരെ പണം വാങ്ങിച്ച് മറ്റ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലേക്ക് അവരെ നൽകുക, അങ്ങനെ പലതരത്തിലുള്ള കൈമാറ്റങ്ങൾ നടക്കുന്നു. ഇതിനെ തുടർന്നാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായത് എന്നായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിഥി തൊഴിലാളി സമൂഹത്തിനിടയിൽ അവർ ഇവിടെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വെളിവാക്കപ്പെട്ടൊരു കാര്യം ഇതാണ്. എന്താണെങ്കിലും ഒരുപാട് പേർ ഈ ഒരു കേസിൽ ഉൾപ്പെടും എന്ന സൂചന തന്നെയാണ് പോലീസ് നൽകുന്നത്. പക്ഷേ ഇവിടെ പരിമിതികളുണ്ട്. ആ പെൺകുട്ടിയുടെ ആരോഗ്യനില വളരെ മോശമായതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കുട്ടി ഇപ്പോൾ ചികിത്സയിലുള്ളത്. ആ കുട്ടിക്ക് ഇവരെ തിരിച്ചറിയുക, ഈ കേസിൽ ഉൾപ്പെട്ടവരെ തിരിച്ചറിയുക എന്നത് വലിയ ഒരു പ്രതിസന്ധിയുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ 2 പ്രതികൾ ഇവർ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ വേണം തുടരന്വേഷണം നടത്തുവാൻ. എന്തുതന്നെയാണെങ്കിലും ഈ മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ ഉണ്ടായ ഈ ഒരു അറസ്റ്റ് പല സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണെന്ന സൂചനയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. എൽദോ അനുമോദ്, അപ്പോൾ ഈ അന്വേഷണം അത് ഏത് തലത്തിലാണ് നീങ്ങുന്നത്? ഈ
പെൺകുട്ടിയുടെ ആരോഗ്യ സ്ഥിതി എന്താണെന്ന് കൂടി ഒന്ന് വ്യക്തമാക്കണം. എന്താണ് ഈ പ്രസവശേഷമുള്ള അവരുടെ അവസ്ഥ? മറ്റൊന്ന്, ഈ കൂടുതൽ പ്രതികളുണ്ട് എന്ന് പോലീസ് കരുതുമ്പോൾ അതിനർത്ഥം ഇതൊരു ദിവസങ്ങൾ അല്ലെങ്കിൽ നാളുകൾ നീണ്ടു നിന്ന ഒരു പീഡന പരമ്പര എന്നൊക്കെ തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരില്ല. അത് ഇത്തരത്തിൽ ഒതുങ്ങില്ലല്ലോ ഈ കേസ്. ഇല്ല, ആ കുട്ടിയുടെ പ്രസവിച്ച ചെറിയ കുട്ടിയുടെ ആരോഗ്യനില വളരെ മോശമായതുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് പങ്കുവച്ചിട്ടില്ല. കാരണം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലും വിവരങ്ങൾ ശേഖരിക്കുന്നതിലും അത് നമുക്ക് നൽകുന്നതിലും ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ വല്ലാതെ ഒരു പരിമിതിയുണ്ട്. പോക്സോയുടെ പരിധിയിൽപ്പെടുന്ന കേസായതുകൊണ്ട് തന്നെ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന പ്രധാനപ്പെട്ട വിവരം ഇത് ഒരുപാട് പേര് ഇതിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഇത് ഇത്തരത്തിൽ സംഭവിക്കുന്ന അനേകം ഈ കുറ്റകൃത്യങ്ങളിൽ ഒന്ന് മാത്രമാണ്, അതായത് സമാനമായ കുറ്റകൃത്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇത് എന്ന തരത്തിലൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടിൽ പോയി വരുമ്പോൾ അവരുടെ കൂടെ വരുന്നത് ഭാര്യയാണോ കാമുകിയാണോ എന്നുള്ളത് കേരളത്തിലുള്ളവർക്ക് പക്ഷേ അറിയണമെന്നില്ല. അവർ താമസിക്കുന്നു, ആരും അതിനെ ചോദ്യം ചെയ്യാനും പോകുന്നില്ല. പിന്നീട് ഇവർ ഇത് പണം വാങ്ങി ഇത്തരത്തിലുള്ള ഒരു കൈമാറ്റവും ഇത്തരത്തിലൊരു ബന്ധങ്ങളോ ഒക്കെ തുടരുന്നു, അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ അത് പരിഷ്കൃത സമൂഹത്തിൽ കേരളത്തിൽ നമുക്കത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് തെറ്റായ ഈ പറയുന്ന വലിയ ഒരു നിയമലംഘനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. പലപ്പോഴും പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ് ഈ ചതിയിൽ വീണ് ഇവിടെ എത്തി ഈ ഒരു വലയിൽ കുടുങ്ങുന്നത് എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ആ വരുന്ന കുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാഷയോ ഇവിടുത്തെ കാര്യങ്ങളോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെയോ ആരെയും അറിയാതെ ഒരാളെ മാത്രം വിശ്വസിച്ച് വന്ന് അയാൾ മൂലം ഇത്തരത്തിൽ ചതിക്കപ്പെടുകയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ പോലും ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലായിരിക്കും ആ പെൺകുട്ടി ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തെറ്റായ കീഴ്വഴക്കമാണ് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നറിഞ്ഞ പോലീസിന്റെ ഒരു അന്വേഷണം ഇതിൽ വളരെ വിശദമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പ്രതികളെ കൂടുതൽ അറസ്റ്റ് ചെയ്യുന്ന മുറയ്ക്ക് വിവരങ്ങൾ നൽകുമെന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യം. എൽദോ. ഓക്കെ, സി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് മലപ്പുറത്ത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വാർത്തയാണ് അത്. അസമിൽ നിന്ന് പ്രണയം നടിച്ച് ആ പെൺകുട്ടിയെ കൊണ്ടുവരിക, അതിനുശേഷം കൂടുതൽ ആളുകൾക്ക് മുന്നിൽ പൈസയ്ക്ക് ആ പെൺകുട്ടിയെ കാഴ്ചവെക്കുക. അതിനു പിന്നാലെ പെൺകുട്ടി ഗർഭിണിയാകുന്നു, പ്രസവം നടക്കുന്നു, ആരോഗ്യസ്ഥിതി മോശമാകുന്നു. അങ്ങനെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ അതിൻ്റെ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തേക്ക് വരുന്നു. കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തുന്നത്. പാലക്കാട് സ്വദേശിയും ഇപ്പോൾ പോലീസിന്റെ പിടിയിലുണ്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ അത് കൊച്ചി നഗരത്തിൽ പോലീസിനെ വലച്ച ന്യൂജൻ കള്ളന്മാർ. ലാപ്ടോപ്പുകളാണ് ഈ മോഷ്ടാക്കൾക്ക് പ്രിയം. ബുധനാഴ്ച രാത്രി ഇൻഫോ പാർക്കിലെ IT സ്ഥാപനത്തിൽ നിന്ന് മാത്രം കൊള്ളയടിക്കപ്പെട്ടത് 9 ലാപ്ടോപ്പുകളാണ്. സമീപകാലത്ത് സമാനമായിട്ടുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോഷണത്തിന് പിന്നിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. ആജ്ഞ രവീന്ദ്രനാണ് ഇതിന്റെ വിവരങ്ങൾ നൽകുക. ആജ്ഞ, ഈ ഹൈടെക് കള്ളന്മാരാണല്ലോ ഇപ്പോൾ അതിന്റെ പ്രധാന വെല്ലുവിളി. പോലീസിനെ സംബന്ധിച്ച് എങ്ങനെ ഇവരെ കൊടുക്കും എന്നുള്ള ഒരു ആശങ്കയുമുണ്ട്. എന്താണ് പോലീസ് പറയുന്നത്? എങ്ങനെയാണ് ഇന്നത്തെ സംഭവം തന്നെ ആദ്യം വിവരിക്കുക? എത്ര ലാപ്ടോപ്പുകൾ? 9 ലാപ്ടോപ്പുകൾ അല്ലേ? അപ്പോൾ അത് എവിടെ നിന്നാണ് പോയത്? എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് നഷ്ടമായി എന്നുള്ളത്? എൽദോ, ഇൻഫോ പാർക്കിലെ ഫേസ് 1-ലുള്ള ഒരു കമ്പനിയിലെ നിന്നാണ് 9 ലാപ്ടോപ്പുകൾ കാണാതായിരിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ, പക്ഷേ ഇതിപ്പോൾ ഇന്ന് 9 ലാപ്ടോപ്പുകൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു മെൻസ് ഹോസ്റ്റലിൽ നിന്ന് 2 മെൻസ് ഹോസ്റ്റലിൽ നിന്നായി 6 ലാപ്ടോപ്പുകൾ കാണാതായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ നിരവധി, അതായത് നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായിട്ട് വിവിധ സ്വകാര്യ കമ്പനികളിൽ നിന്നുമായിട്ടും ഇതുപോലെ ലാപ്ടോപ്പുകൾ കാണാതെ പോകുന്ന 4-5 ലാപ്ടോപ്പുകൾ കാണാതെ പോകുന്ന കേസ് ഈ മാസം തന്നെ, അതായത് സ്വകാര്യ പുറത്തു നിന്നുള്ള ആളുകൾ, ഈ IT ഉദ്യോഗസ്ഥരല്ലാത്തവരുടെ, IT കമ്പനികളിൽ നിന്നല്ലാത്തവരുടെ പുറത്തു നിന്നുള്ള ആളുകളുടെ 4ഓളം ലാപ്ടോപ്പുകൾ കളവ് പോയ കേസ് ഇന്ന് കൊച്ചി പോലീസിന്റെ അന്വേഷണത്തിലിരിക്കെയാണ് ഇന്നലെ 9 ലാപ്ടോപ്പുകൾ ഈ പറയുന്ന ഈ ഇൻഫോ പാർക്കിലെ ഫേസ് 1-ലെ കമ്പനിയുമായി ബന്ധപ്പെട്ട് 9 ലാപ്ടോപ്പുകളോളം കളവ് പോയ സാഹചര്യം ഉണ്ടായി. ഈ പറയുന്നത് മെൻസ് ഹോസ്റ്റലിലെ
ഇതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആരാണ് എന്ന് ആ പോകുന്ന യുവാവ്, ലാപ്ടോപ്പുമായി കടന്നു പോകുന്ന യുവാവ് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിനോ അതല്ലെങ്കിൽ ഈ ലാപ്ടോപ്പ് നഷ്ടപ്പെട്ട മെൻസോസിലുള്ള യുവാക്കൾക്കോ അത് കഴിയുന്നില്ല. അജ്ഞാതനായ ഒരാൾ, അപരിചിതനായ ഒരാൾ വന്ന് ലാപ്ടോപ്പ് എടുത്തു പോകുന്നു എന്നൊരു സാഹചര്യമാണ്. എന്തായാലും ഹൈടെക് കള്ളന്മാരാണ് എന്നുള്ള ഹൈടെക് ലെവലിലേക്ക് ഈ മോഷണത്തിന്റെ ഒരു ലെവല് മാറിയിട്ടുണ്ട്. പണ്ട് പോക്കറ്റടിയും അതുപോലെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതിനൊന്നും ഇപ്പോൾ സാധ്യതയില്ല. മാത്രമല്ല എൽദോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചത് ഹാക്ക് ചെയ്ത് അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊരു സാധ്യതയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്ന് കണ്ടുപിടിക്കുന്ന അങ്ങേയറ്റം ബിരുദന്മാരായ ബുദ്ധിമാന്മാരായ കള്ളന്മാർ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കിങ് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാത്തരം സെക്യൂരിറ്റി ഗൈഡ് ലൈനുകളിലും ഇത്തരം കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് സൂചിപ്പിച്ചു പോകാറുണ്ട്. ഈ OTP അതല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ, അതായത് കസ്റ്റമറിന് ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ബാങ്കിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല. ബാങ്ക് സ്വകാര്യ കാര്യങ്ങൾ, അക്കൗണ്ട് സംബന്ധിച്ചോ അല്ലെങ്കിൽ OTP സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കില്ല എന്ന മുന്നറിയിപ്പുകൾ നൽകുന്നത് ഇത്തരം മോഷണങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ കൂടിയാണെങ്കിൽ പോലും ഇത്തരം ഈ പറഞ്ഞ മൾട്ടി ലെവൽ മോഷണങ്ങൾ, പ്രത്യേകിച്ചും ഈ IT ഇതുമായി ബന്ധപ്പെട്ടുള്ള ലാപ്ടോപ്പ് ആയാലും നേരത്തെ ഒരു ഘട്ടത്തിൽ മൊബൈൽ ഫോൺ നിരന്തരം മോഷണം പോകുന്ന ഒരു സംഭവമായിരുന്നു. അത് ഈ IMEI നമ്പറുമൊക്കെ വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം, അല്ലെ വേറെ സിമ്മിട്ടാൽ പോലും അത് എവിടെയാണോ ഓണായതെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം, സംവിധാനമൊക്കെ നിലവിൽ വന്നതോടെ പോലീസിന് അത് കുറച്ചുകൂടി വേഗത്തിലായി. മാത്രമല്ല ഇപ്പോൾ എല്ലാം കൂടുതലും ആളുകളുടെ മൊബൈൽ ഫോൺ കണ്ടുപോയാൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും പോലീസിന്റെയും അതുപോലെ സൈബർ സെല്ലിന്റെയും കയ്യിലുണ്ട്. പക്ഷെ ലാപ്ടോപ്പിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പോലീസ് ഇക്കാര്യത്തിൽ നിഷ്ക്രിയരാകുന്നതല്ല, പക്ഷേ അത് കണ്ടെത്താനുള്ള സാധ്യതകൾ, അതായത് വഴികൾ പോലീസിന് മുന്നിൽ അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. അത് വലിയ വിദഗ്ധരായുള്ള ആളുകൾ മാത്രമേ ഇത്തരത്തിൽ ഇത് കണ്ടെത്താൻ കഴിയുള്ളൂ. പക്ഷെ ഈ പറഞ്ഞതുപോലെ അത് നേരത്തെ സൂചിപ്പിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ആണ് ഇതിന്റെ പിന്നിലെന്നൊരു കണ്ടെത്തലുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ലാപ്ടോപ്പ് വളരെ വിലക്കുറവിൽ സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പുകൾ വിപണികളിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ കൂടി വിലയിരുത്തിയാലും പക്ഷേ ഈ പറഞ്ഞതുപോലെ മോഷണ മുതലുകൾ പോകുന്ന ഒരു ഇടമായിരിക്കാം അത്. അത്തരത്തിൽ അതിനെ വിലയിരുത്തേണ്ടി വരും. എൽദപ്പോൾ ഈ സമാനമായിട്ടുള്ള കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നും ആക്ടയുടെ ഈ വാർത്തയിലുണ്ടല്ലോ. അപ്പോൾ അതായത് ഇത് പോലീസിന് എങ്ങനെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് പിടികൂടാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെ കമ്പനികൾ ഇപ്പോൾ ലാപ്ടോപ്പ് നഷ്ടമായി എന്ന് പറയുന്നു. അപ്പോൾ ഈ പോലീസിന്റെ ഒരു ഭാഷ്യം എന്താണ്? എങ്ങനെ ഈ കേസിന് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ? പോലീസ് ഈ ഇതര സംസ്ഥാനത്തുള്ളവരാണെന്നൊക്കെ അനുമാനിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു ഹൈടെക് കള്ളന്മാരെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടോ കൊച്ചി പോലീസിന്? എൽദോ ഈ ഒരു മാസത്തിനുള്ളിലാണ് ഇത്രയധികം ഈ ഇവിടുത്തെ അതായത് IT കമ്പനിയിലെ ഇൻഫോപാർക്കിലെ 9 ലാപ്ടോപ്പുകൾ, അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയിൽ നിന്ന് മെൻസോസിൽ നിന്നും പോയിട്ടുള്ള 6 ലാപ്ടോപ്പുകൾ, മറ്റൊരു കമ്പനിയിൽ നിന്ന് പോയിട്ടുള്ള 4 ലാപ്ടോപ്പുകൾ, ഇങ്ങനെ ഈ പറയുന്ന 19ഓളം ലാപ്ടോപ്പുകളാണ് ഈ ഒരു മാസം തന്നെ കൊച്ചി പോലീസിന്റെ കേസ് അന്വേഷണ പരിധിയിൽ വന്നത്. അതിൽ നിന്നുമാണ് ഈ മെൻസ് ഹോസ്റ്റലിൽ നിന്നും ഉള്ള മോഷണത്തിന്റെ ഭാഗമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. അതിൽ നിന്നുമാണ് അന്യ സംസ്ഥാന തൊഴിലാളിയെ പോലെ തോന്നിക്കുന്ന ഒരാൾ ദൃശ്യങ്ങളിലുണ്ട്. ഒരുപക്ഷെ അങ്ങനെ അനുമാനിച്ചതാകാമെന്നും വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഒരു ഒറ്റ ഇൻസിഡന്റിന്റെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു അനുമാനത്തിൽ എത്തിയേക്കാവുന്നതായിരിക്കാം. പക്ഷെ അതിന് അത്ര വലിയ ക്ലാരിറ്റി തരാൻ പോലീസിന് കഴിയുന്നില്ല. പോലീസിനായാലും സൈബർ സെല്ലിനായാലും ഇത് ഹാക്ക് ചെയ്യുന്ന ആളുകളുടെ ഐഡന്റിറ്റി കണ്ടുപിടിക്കാനോ അതല്ലെങ്കിൽ ഇത് എവിടെയൊന്ന് ലാപ്ടോപ്പ് പോയത് എവിടെയെന്ന് കണ്ടുപിടിക്കാനോ അത്രയധികം മിടുക്കന്മാരായ വിദഗ്ധന്മാരായ IT പ്രൊഫഷണലുകൾ തന്നെ പോലീസിന് ആവശ്യമുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഊഹമാണ്, എനിക്ക് അതിനെപ്പറ്റി വ്യക്തതയില്ല. പോലീസിന് സൈബർ സെല്ലിൽ പോലും ചിലപ്പോൾ അത്ര മിടുക്കന്മാരായുള്ള ആളുകളെ ഉണ്ടോ, ഇതുവരെ നിയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ, അത്തരത്തിലുള്ള കോഴ്സുകളിലേക്കോ അത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ ലെവലിലേക്കോ ഈ പറയുന്ന സൈബർ സെല്ലിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു എഡ്യൂക്കേഷൻ ലെവൽ എന്ന് ട്രെയിനിങ് ലെവൽ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇത്രയധികം ലാപ്ടോപ്പുകൾ എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവരും ഇപ്പോൾ ഇൻഡ്യൂഡിലെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും സൂക്ഷിക്കുന്നവരാണ്. ഇപ്പോൾ എൻ്റെ ആയാലും എൽദോയുടെ ആയാലും ലാപ്ടോപ്പ് മിസ്സാവുക എന്ന് പറയുന്നത് നമ്മുടെ കുറേ വർഷക്കാലത്തെ ഡോക്യുമെന്റ്സും കൂടി മിസ്സാകുന്ന ഒരു സാഹചര്യം കൂടി അതിനകത്തുണ്ട്. ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റിനപ്പുറത്തേക്ക് അത് കുറെ കൂടി നമുക്ക് വ്യക്തി എന്നുള്ള നിലയിൽ വിലപ്പെട്ടതാണ്. പക്ഷേ
ആ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവണം. അത് മാത്രമല്ല, ഇത് മുഴുവൻ ഈ ഡാറ്റ ഫുള്ള് ഇല്ലാതാക്കിയ ശേഷമാണ് അത് വിപണിയിലെത്തുന്നത്. പക്ഷേ റിട്രീവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ? ഇനി അത് തിരിച്ചെടുത്താൽ പോലും, അതിന്റെ ഹാർഡ് ഡിസ്ക് പോലും തിരിച്ചെടുത്താൽ പോലും റിട്രീവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുമായിരിക്കാം. എനിക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഇതിൽ നിന്ന് ലാപ്ടോപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ റിട്രീവ് ചെയ്യാറുണ്ടെങ്കിൽ പോലും അത് ഫുൾ വാനിഷ് ആക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും റിട്രീവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ള കാര്യം അതിലും വ്യക്തതയില്ല. പക്ഷേ ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളിൽ പോലും വ്യക്തതയില്ല. പക്ഷേ ഈ ഉപകരണം എവിടെയാണ് എന്ന് പോലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോലീസിന് പറ്റുന്നില്ല. എന്തായാലും ഈ പറഞ്ഞതുപോലെ 19 ലാപ്ടോപ്പുകൾ വിവിധയിടങ്ങളിൽ നിന്നായിട്ട് മോഷണം പോകുന്നു. അതാണ് ആദ്യം സൂചിപ്പിച്ച പോലെ ഒരുപാട് ലാപ്ടോപ്പുകൾ ഇങ്ങനെ മോഷണം പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും കൊച്ചിയിലാണ് ഈ ഹൈടെക് കള്ളന്മാർ ഇത്തരത്തിൽ ലാപ്ടോപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ച നടക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജനെതിരെ ആരോപണമായി എത്തുകയാണ് വധശ്രമ കേസിലെ പ്രതി. ഏറ്റുമാനൂർ സ്വദേശി ഷെമിയെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന കേസിലെ പ്രതി ചാവക്കാട് സ്വദേശി ജമീൽ മുഹമ്മദാണ് തൊടുപുഴ ക്രൈംബ്രാഞ്ചിന് ഇത്തരത്തിൽ മൊഴി നൽകുന്നതിനിടെ ആരോപണം ഉന്നയിച്ചത്. തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ P ജയരാജനുമായിട്ടുള്ള ബന്ധം ഷെമി ഉപയോഗിച്ചു എന്നാണ് ആരോപണം. ഷെമിയും ജമീലും തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഹോട്ടലിലെ സെറ്റിൽമെന്റ് നടക്കുന്നതിന് മുന്നേ എന്നെ ഇടുക്കി ഏരിയ സെക്രട്ടറി ആണെന്നാണ് പറഞ്ഞത്. ഒരു KV ശശി, മൂന്നാർ KV ശശി എന്നെ വിളിച്ചിട്ട് നാട്ടിൽ വരണം, ഹോട്ടലിൻ്റെ കാര്യം സംസാരിക്കാനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വന്നില്ലെങ്കിൽ അത് പ്രശ്നമാവും, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മുന്നിൽ വരും, അവിടെ ധർണയിരിക്കുന്നോ അങ്ങനെ എന്തോ പുള്ളി പറഞ്ഞായിരുന്നു. വീടിൻ്റെ അവിടെ ചാവക്കാട് എൻ്റെ വീടിൻ്റെ അവിടെ വന്ന് ധർണയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് കണ്ണൂരുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങോരാണ് ഈ രാഷ്ട്രീയ നേതാവ് ജയരാജ്, ഈ ജയരാജ് എന്ന് പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. P ജയരാജ് നവംബർ 6-7 തീയതികളിൽ ഇവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്തിരുന്നു. 2023 വിസിറ്റ് ചെയ്തിരുന്നു. ഓഫീസിൽ ദുബായിൽ വിസിറ്റ് ചെയ്തിരുന്നു. അവര് ബോർഡ് മീറ്റിംഗ് കൂടുന്നതിന്റെ പിക്ചേഴ്സും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്കൊരു തെളിവായിട്ട് തരാനുള്ളത്. അത് ഞാൻ പോകുന്നതിന് ശേഷമാണ് എന്നെ ഉദ്ഘാടനം, എനിക്ക് തോന്നുന്നു ജനുവരിയിലെങ്ങാണ്ട് 2024 ജനുവരിയിലെങ്ങാണ്ട്. അതിന്റെ പിക്ചേഴ്സിൽ ഞാൻ കാണുന്നത് ജയരാജനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജയരാജന് ഒരു കേക്ക് മുറിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഇടപെടൽ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതൊന്നും പോലീസുകാർക്ക് കേൾക്കാത്ത, എന്റെ ഭാഗം കേൾക്കാത്ത അതുകൊണ്ടായിരിക്കും, എന്നെ വിളിപ്പിക്കാത്ത അതുകൊണ്ടായിരിക്കാം. ഈ വാർത്ത വിവരങ്ങൾ പങ്കുവയ്ക്കുക അത് തൊടുപുഴയിൽ നിന്ന് സാഗറാണ്. സാഗർ, ഈ ജമീൽ പറയുന്നത് ഒരു P ജയരാജ് എന്നാണ്. അപ്പോൾ പുള്ളിക്ക് തന്നെ ഒരു വ്യക്തതയില്ലായ്മ ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ പോലും ഈ ആരോപണത്തെ എത്തരത്തിലാണ് കാണേണ്ടത് സാഗറെ? എൽദോ, ഈ ഒരു പ്രവാസി വ്യവസായിയാണ് ഈ ചാവക്കാട് സ്വദേശിയായ ജമീൽ മുഹമ്മദ്. ഈ ജമീൽ മുഹമ്മദും ഷെമി മുസ്തഫ എന്ന ആളും ബിസിനസ് പങ്കാളികളായിരുന്നു. ഈ ഇതിൽ ഉള്ള ജമീൽ മുഹമ്മദാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ P ജയരാജനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇവർ ദുബായിലും മറ്റും നിരവധി ബിസിനസ്സുകളിൽ പങ്കാളികളായിരുന്നു. ഈ ചാവക്കാട് സ്വദേശി ജമീലും ഏറ്റുമാനൂർ സ്വദേശി ഷെമി മുസ്തഫയും ഇവർ ചേർന്ന് ഇടുക്കി മാങ്കുളത്ത് ഈ അടുത്തിടയ്ക്ക് ഒരു റിസോർട്ട് നിർമ്മിച്ചിരുന്നു. ഇത്തരത്തിൽ ഇവർ റിസോർട്ടിൽ നടത്തിയ ഈ ജമീൽ നടത്തിയ നിക്ഷേപം സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ജമീൽ തന്നെ മടക്കി ആവശ്യപ്പെട്ടു. ഈ പണം തിരികെ ആവശ്യപ്പെട്ടതാണ് ഈ ജമീലും ഷെമി മുസ്തഫയും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന് വഴിവെച്ചതെന്നാണ് ജമീൽ മാധ്യമങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കിയത്. ഈ ഷെമി മുസ്തഫയ്ക്ക് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജനുമായി അടുത്ത ബന്ധമാണുള്ളത്. അത് തെളിയിക്കുന്നതിനായിട്ട് ജമീല് നിരവധി ഫോട്ടോകൾ, ചിത്രങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചിരുന്നു. അതായത് ഇവരുടെ ദുബായിൽ അടക്കമുള്ള ഓഫീസുകളിൽ P ജയരാജൻ എത്തിയിരുന്നു. അതുപോലെ തന്നെ മാങ്കുളത്ത് റിസോർട്ടിന്റെ ഉദ്ഘാടനത്തിനും P ജയരാജൻ എത്തിയിരുന്നു. ഇവിടെ വെച്ച് ഈ ഷെമി മുസ്തഫയും ഈ ജയരാജനും തമ്മിലുള്ള ഒരുമിച്ചുള്ള ഫോട്ടോകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ജമീൽ കാണിച്ചു. ഈ ജമീൽ ഈ ജയരാജന് ഉള്ള ഒരു ബന്ധം ഉപയോഗിച്ച് ഈ ജമീലിനെതിരെ കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും പരാതി കൊടുത്തിട്ടുണ്ട്, കള്ളക്കേസുകൾ കൊടുപ്പിച്ചിട്ടുണ്ടെന്നാണ് ജമീൽ ആരോപിക്കുന്നത്. ഈ ജയരാജനുമായുള്ള ഒരു ബന്ധം ഉപയോഗിച്ചാണ് ഷെമിയും ഇതെല്ലാം ചെയ്യുന്നത്. ഇത്തരത്തില് കള്ളക്കേസുകളാണ് നിരവധി കൊടുത്തിരിക്കുന്നതെന്നാണ് ജമീൽ പറഞ്ഞത്. ഇതില് CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുന്ന
ഈ ജയരാജൻ ഇതിൽ വ്യക്തമായി ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ജമീൽ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇടുക്കിയിലെ റിസോർട്ടിൽ നിന്ന് ഏറ്റുമാനൂരിലേക്ക് പോകുന്ന വഴി നേര്യമംഗലത്തിന് സമീപം ഈ കൊട്ടേഷൻ സംഘത്തിന്റെ കാർ ഈ ബിസിനസ്സിലുള്ള ഷെമിയുടെ വാഹനത്തിൽ ഇടിപ്പിച്ചെന്നൊരു കേസുണ്ട്. ഈ കേസിൽ ഈ പറയുന്ന ജമീൽ പ്രതിയാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിനായിട്ടാണ് മൊഴി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ഇദ്ദേഹം തൊടുപുഴയിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയത്. അതിനുശേഷം മൊഴി കൊടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുന്ന ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. റൈറ്റ്, സാഗറാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുകയാണ്, ഒരു കൊട്ടേഷൻ കേസിലെ പ്രതിയാണ് എന്നുള്ള ഏറ്റവും ശ്രദ്ധേയം. എന്നാലും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ അതിന്റെ പ്രതികരണങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകുമെന്ന്. എന്നാലും സ്പോട്ട് ലൈവിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും ഇതുപോലെ കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളുമായി സ്പോട്ട് ലൈവ് വീണ്ടും എത്തും. നമസ്കാരം.